ചേട്ടാ, നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു, ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചു. ഡിസംബറിലാണ് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. 11-ാം തീയതി തെക്കൻ മേഖല, 12-ാം തീയതി അവിടെ 9-ാം തീയതി 9-11. അപ്പം നമ്മുടെ മുന്നണികളൊക്കെ ഇങ്ങനെ എല്ലാ മുന്നണികളും ശക്തമായി തന്നെ പോകുന്നു, തയ്യാറായി കഴിഞ്ഞു. 2020യും ഏതാണ്ടൊക്കെ സജ്ജമാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അപ്പം എന്താണ് ഇപ്പൊ ഈ നമ്മളെ യു ഡി എഫിനെ എടുക്കാം. UDF ആണല്ലോ ഇപ്പം ഞങ്ങൾ ഉറപ്പാണ് ഞങ്ങൾ സെമി ഫൈനലിലാണ്. വിഷൻ 2025 അല്ലേ, 2025 ഒക്കെ ആയിട്ട് ഇങ്ങനെ UDFന്റെ താരങ്കം അവരെന്തായാലും ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഈ പെൻഷനൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു വിഷമമൊക്കെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തത് തലയിലായി പോകുന്നു. അപ്പം എന്തായിരിക്കും UDF ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന അവരുടെ അല്ലെ വാഗ്ദാനങ്ങൾ എന്ന് തന്നെ പറയാം, വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരിക്കും? UDFനെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. അല്ല, ഞാൻ ആ വാക്കിന് ഉപയോഗിച്ച വാഗ്ദാനങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒന്നുണ്ട്. ഇപ്പം കയർ മേഖലയിൽ നിന്ന് സംസാരിക്കുകയാണെന്ന് വെച്ചു, അപ്പൊ KC വേണുഗോപാലായാലും അല്ലെങ്കിൽ UDFന്റെ ഏതെങ്കിലും ഒരു നേതാവ് കയർ മേഖലയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ പറയും കയർ മേഖലയെ ഉദ്ധരിക്കുന്നതാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന എന്ന് പറയും. അത് കഴിഞ്ഞിപ്പം മലയോര മേഖലകളിലാണെങ്കിൽ മലയോര കർഷകരുടെ ഭാഗങ്ങളിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ റബ്ബറിന് താങ്ങുവില വർദ്ധിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന. ഇനി നെൽകർഷകർക്ക് കാര്യം സംസാരിക്കുകയാണെങ്കിൽ നെല്ലിന് താങ്ങുവിലയും അതുപോലെ മില്ലുടമകളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നതാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന. ഇനിയും വനമേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ വന്യജീവി ആക്രമണമാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന എന്ന് പറയും. അപ്പൊ ഇവർക്ക് പ്രഥമ പരിഗണനകൾ ഒരുപാടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്ന കാര്യം ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് ഇവർക്കൊരു പിടിയില്ല, ഒരു എത്തും പിടിയില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ തന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയനാട് ഇപ്പം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായി, അവിടെ ഒരുപാട് പേർക്ക് നാശനഷ്ടം ഉണ്ടായി, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ടൗൺഷിപ്പ് പ്രോജക്റ്റ് സംസ്ഥാന സർക്കാർ പ്ലാൻ ചെയ്തു. സർക്കാർ പ്ലാൻ ചെയ്ത സമയത്ത് നിങ്ങൾ ടൗൺഷിപ്പിന് ഞങ്ങളോടൊപ്പം പങ്കാളികളാകൂ എന്നായിരുന്നു UDFനോട് പറഞ്ഞത്. ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള, അതായത് ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള, ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് മേടിച്ച് ഈ പറയുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്തും MLA-മാരായിട്ടും ഒക്കെ ഇരിക്കുന്നവർക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായും സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വയനാടിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും. വയനാട് 3 MLA-മാരാണ്, അതിലൊരാൾ മന്ത്രിയാണ്, കേളു. അദ്ദേഹം മാനന്തവാടി എന്നുള്ള MLA ആണ്. അതിനപ്പുറത്ത് ഇങ്ങോട്ട് നോക്കുമ്പോൾ കൽപ്പറ്റയിൽ ഒരു MLA ഉണ്ട്. ആ കൽപ്പറ്റയിലുള്ള MLA എന്ന് പറഞ്ഞാൽ T. സിദ്ദിഖാണ്. അങ്ങോട്ട് വന്ന് സുൽത്താൻ ബത്തേരിയിൽ ഒരു MLA ഉണ്ട്. ആ MLA-യുടെ പേര് എന്താണ്, ഇപ്പം പിന്നെ വിവാദങ്ങളിലൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവാണ്. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു MLA-യും അവിടെ നിന്നുണ്ട്. അത് അതായത് വയനാടിലെ 3 MLA-മാരിൽ 2 പേര് നിൽക്കുന്നത് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ UDF-ൽ നിന്നാണ്. അവിടെ ഒരു MP ഉണ്ട്, പ്രിയങ്ക ഗാന്ധി. വയനാടിന്റെ മൊത്തത്തിലുള്ള MP ആണ് പ്രിയങ്ക ഗാന്ധി, അത് കോൺഗ്രസിന്റേതാണ്. അപ്പം ഇവരെല്ലാം കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും അന്നേരം അവർ പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് പങ്കാളികളാവുന്നില്ല, ഞങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമില്ല എന്നാണ് അന്ന് UDF, അതായത് പ്രതിപക്ഷം പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് സ്ഥലം നൽകുന്നില്ല എന്ന് പറയുന്നു. സ്ഥലം സർക്കാർ നൽകണം, അല്ലാന്നുണ്ടെങ്കിൽ സർക്കാർ സ്ഥലം ഞങ്ങൾ വില കൊടുത്ത് ആ സ്ഥലം ഏറ്റെടുത്തോളാം എന്നാണ് ഈ സണ്ണി ജോസഫും നമ്മുടെ K. മുരളീധരനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ UDF മൊത്തത്തിൽ പറയുന്നത് എങ്ങനെ. അതേസമയം ഈ T. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം T. സിദ്ദിഖ് നമ്മൾ കാണുന്ന വെറും ഒരു MLA എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയക്കാരനെന്നതിന് അപ്പുറത്തേക്ക് അദ്ദേഹം നല്ലൊരു ബിസിനസ്മാൻ കൂടിയാണ്. അദ്ദേഹത്തിന് റിസോർട്ടുകളുണ്ട് ആ ഭാഗങ്ങളിൽ. എന്തുകൊണ്ടാണ് റിസോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്, റിസോർട്ടുകൾ പല ഭാഗങ്ങളിൽ റിസോർട്ട് കെട്ടാൻ വേണ്ടി സ്ഥലം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന T. സിദ്ദിഖിന് ഒരു 3-4 പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ എന്താ സ്ഥലം കണ്ടെത്താൻ പാട്? ഇതുവരെ ഫണ്ട് എത്ര കിട്ടിയത് അവർ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇനി എവിടെയെന്ന് അറിയില്ല. അപ്പം സർക്കാരുമായി അവർക്ക് കൂടിയാലോചിച്ചുകൊണ്ട് ജനോപകാരപ്രദമായ ഒരു പദ്ധതി നടത്തിപ്പിന് UDFന് താല്പര്യമില്ല. അവർ സ്വന്തമായി എന്നാൽ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. ഫണ്ട് വന്നിട്ടുണ്ടോ, ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ടോ? എന്തിനേറെ പറയാൻ ഈ പറയുന്ന K. മുരളീധരന്റെ അച്ഛനായിരുന്ന മുൻ ലീഡർ K. കരുണാകരന്റെ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ പോലും ഫണ്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് UDF, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി. ഇവരെ എങ്ങനെ വിശ്വസിക്കും ജനം? ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവര് കുറച്ച് ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നല്ലോ. അപ്പൊ പാർട്ടി പോലും നോക്കാതെ ആൾക്കാര് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ആർക്കെങ്കിലും ഒക്കെ നമ്മളെ കൊണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വീടൊന്നും വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരു 100 രൂപയായിരിക്കും, 500 രൂപയായിരിക്കും, അത് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ. നമ്മളെ കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ. അങ്ങനെ വിചാരിച്ചു ഒരുപാട് പേര് എങ്ങനെയെങ്കിലും അത് ഏത് പാർട്ടി ചെയ്യുന്നു നോക്കാതെ
എങ്ങനെയെങ്കിലും അവർക്കൊരു സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിന് തുമ്പും പാലും ഇല്ല. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജനങ്ങളെ കബളിപ്പിച്ചതിന്റെ ഒരു പ്രധാന ഒരു മകുടോദാഹരണം എന്ന് പറയാൻ കഴിയുന്നതാണ് ഇവരുടെ ആപ്പ്. അതായത് അവർ KPCC ഒരു ആപ്പ് പുറത്തു വിട്ടിട്ട് പറഞ്ഞു ഈ ആപ്പിനകത്ത് എല്ലാ വിവരങ്ങളും ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ നമ്മൾ ആ ആപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ടോ? ആ നോക്കി കഴിയുമ്പോൾ അതിനകത്ത് ഒരു സിംഗിൾ വിൻഡോ ആണ്, അതിനകത്ത് വേറെ ഒന്നും ഇല്ല. ഇതിനകത്ത് എത്ര വന്നിട്ടുണ്ടെന്ന് അറിയാൻ മാർഗമില്ല, ആരൊക്കെ ഫണ്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല, എന്തിനൊക്കെ ഫണ്ട് ചെലവഴിച്ചു എന്ന് പറയുന്നില്ല, ഇതൊന്നും ഇല്ല. വെറുതെ ഒരു സിംഗിൾ വിൻഡോ ആപ്പ്. നമ്മൾ ഓപ്പൺ ചെയ്താൽ ആ ആപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഫുൾ സ്ക്രീൻ സാധനമായിട്ട് ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് അതിനകത്ത് യാതൊരു ഡേറ്റയും ഇല്ല. ഇതാണ് കോൺഗ്രസ്സുകാർ ജനങ്ങളെ പറ്റിച്ച്. ഇവരെന്ത് വാഗ്ദാനമാണ് കൊടുക്കുക? ഇവരെന്ത് വാഗ്ദാനമാണ് സാധാരണക്കാർക്ക് കൊടുക്കുന്നത്? രമേശ് ചെന്നിത്തല കഴിഞ്ഞ് ഈ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ച സമയത്ത് അതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എന്തായിരുന്നു? ഇത് ഞങ്ങളുടെ തലയിൽ കൊണ്ടിടുകയാണ്, ബാധ്യത പോലെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സർക്കാർ ഒരു പദ്ധതി തുടങ്ങി വയ്ക്കുന്നു, അത് ജനോപകാരപ്രദമാണെങ്കിൽ അത് തുടർന്നു കൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തമാണ് ഏതൊരു രാഷ്ട്രീയ കക്ഷിക്കും തുടർച്ചാവകാശം ലഭിക്കുന്ന ഏതൊരു മുന്നണിക്കും ഉള്ളത്. അല്ലെങ്കിൽ ഏതൊരു മുന്നണി എന്ന് പറയാൻ പറ്റില്ല, ഏതൊരു സർക്കാരിനും ഉള്ളത്. ഇപ്പം LDF UDF എന്ന് പറയുന്ന അതിനകത്ത് ഒരു തരംതിരിവിന് വേണ്ടിയിട്ടാണ്. അതായത് വിജയിക്കുന്ന ഒരു മുന്നണി എന്നും തോൽക്കുന്ന ഒരു മുന്നണി എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു തരംതിരിവിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ജനറലി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഭരണഘടനാപരമായി ചിന്തിക്കുമ്പോൾ ഇത് സർക്കാരാണ്. അപ്പൊ ആ സർക്കാരിൽ ഇരിക്കേണ്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തല പിന്നെ പറയേണ്ട വാചകങ്ങളാണോ? അല്ലെങ്കിൽ ഹരിപ്പാട് നിന്ന് MLA ആയിരിക്കുന്ന ഒരു മനുഷ്യൻ ജനത്തിന്റെ വോട്ട് മേടിച്ച് ജയിച്ചു നിൽക്കുന്ന ഒരു ജനപ്രതിനിധി പറയേണ്ട വാചകങ്ങളാണ് ഇത് ഞങ്ങളുടെ തലയിൽ കൊണ്ടിടാനാണെന്ന് പറയേണ്ടതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി? ഒരിക്കലുമല്ല. അപ്പൊ അതിൽ തന്നെ അവർ പരാജയമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു വിഷയമാണ് ശബരിമല വിഷയം. ശബരിമല വിഷയത്തിൽ മുരാരി ബാബു അറസ്റ്റിലാവുന്നുണ്ട്, അതോടൊപ്പം സുധീഷ് എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റിലാവുന്നുണ്ട്, KS ബൈജു എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റിലാവുന്നുണ്ട്, ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അറസ്റ്റിലാവുന്നുണ്ട്. ഇങ്ങനെ അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മുരാരി ബാബു ആവട്ടെ, KS ബൈജു ആവട്ടെ, ഇവരൊക്കെ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോഴും, അല്ലെങ്കിൽ അവർ പിന്നെ ഇന്നോ ഇന്നലെയോ ഒരു സുപ്രഭാതത്തിൽ അവർ പൊട്ടിമുളച്ച് ഈ വലിയ തസ്തികയിലേക്ക് എത്തിയവരല്ല. ഈ പറയുന്ന നമ്മുടെ മുരാരി ബാബു എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെതായ ഒരു ദേവസ്വം പ്രസിഡന്റ് ഗൺമാനായിട്ട് അവിടെ വന്നതാണ്. അവിടെ വന്നിട്ട് അദ്ദേഹം പതുക്കെ അതിന്റെ കമ്മീഷണർ പദവിയിലേക്ക് എത്തിയതാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഈ പറയുന്ന ഒന്നുകിൽ മറ്റൊരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ UDFന്റെ കാലഘട്ടത്തിൽ അവർ വരികയും ചെറിയ തസ്തികയിൽ കയറുകയും പിന്നീട് പ്രൊമോഷൻ കിട്ടി വളർന്നു വന്നവർ ഇവരൊക്കെ. അപ്പൊ ഇവർ പൂർണ്ണമായും പിന്നെ ഇടതുപക്ഷത്തിന് അനുസരിച്ച് നിൽക്കുകയായിരുന്നു? ഒരിക്കൽ പോലും അല്ല. അവരാരും അങ്ങനെ പിന്നെ ഇടതുപക്ഷ അനുകൂലികൾ എന്ന് പറയാൻ പറ്റുന്ന ടീമുകളൊന്നും അല്ല. മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിരുന്നല്ലോ, ഇപ്പം ശബരിമല ഈ പറയുന്ന ഈ സ്വർണ്ണപ്പാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെകയുവാണെങ്കിൽ ആരൊക്കെ പെടുമെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. അതാ പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഒരു കോൺഗ്രസിന്റെ ബാക്ക്ഗ്രൗണ്ട് അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുതെ വന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അന്വേഷണം കോടതി ഇതിൽ നടന്നുകൊണ്ടിരിക്കും. കോടതിയുടെ തലത്തിൽ, കോടതിയുടെ മേൽനോട്ടത്തിൽ, അതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന SIT പോലെ ഒരു ഏജൻസി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഇതിനെ വിവാദമാക്കി മാറ്റുക, ഇതിൽ നിന്ന് എങ്ങനെ 10 വോട്ടുണ്ടാക്കിയെടുക്കുക, വിശ്വാസ സംരക്ഷണം, വിശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ എൻകാഷ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം UDF എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രം. അതിനിടയിൽ ജനോപകാരപ്രദമായി അവർക്ക് എന്ത് ചെയ്യാൻ, ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാധനം അവർ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ തന്നെയുമല്ല, കോൺഗ്രസ് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ ആവർത്തിച്ച് പറഞ്ഞു ഞങ്ങൾ പൂർണ്ണമായും വിജയിച്ചിരിക്കും എന്ന് പറയുന്നതിനുള്ള കാരണം അതാണ്. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ മത്സരം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അവിടെയും വിള്ളലുകളുണ്ട്. അവിടെ മുന്നണി ബന്ധം അവിടെ അവർക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞിട്ടില്ല. PJ ജോസഫ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ജെയുടെ സ്ഥാനാർത്ഥികളെ അവർക്ക് മത്സരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ നേരെ തിരിച്ച് അവരുടെ സ്ഥാനാർത്ഥികളെ PJ ജോസഫ് എന്നെ പ്രഖ്യാപിച്ചു. അവിടെ 25ഓളം സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരം നഗരസഭയിൽ നിർത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മുൻപ് ഉണ്ടായിട്ടുള്ള വികസനത്തിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ ഇരുന്ന സമയത്ത് ഉണ്ടായത്. ഇതിനൊക്കെ ഒരു ബദല് വെക്കാൻ കഴിയുന്നില്ല. ഇപ്പം ചാണ്ടിയമ്മന്റെ ഒരു പ്രസ്താവന കേട്ടു, ഇത് അവിടെ ലൈറ്റ് മെട്രോ വരുന്നതിനെ കുറിച്ച്. അത് ഇലക്ഷൻ സ്റ്റണ്ടാണെന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് ഉമ്മൻചാണ്ടി എന്തോ നേരത്തെ തന്നെ അവിടെ കല്ലിട്ടിട്ട് പോയതാണ് ലൈറ്റ് മെട്രോ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ചാണ്ടിയമ്മൻ പറയുന്നത്. അങ്ങനെ തുറന്നു നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി എവിടെല്ലാം കല്ലിട്ടിട്ടുണ്ട്? ഏതെങ്കിലും ഒരു പദ്ധതി ഈ കല്ല് കഴിഞ്ഞ് മേലോട്ട് പൊങ്ങിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഒരു കല്ല് കഴിഞ്ഞ് മേലോട്ട് പൊങ്ങിയിട്ടില്ല. പണ്ട് അച്ചൂമ്മൻ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി 50 വർഷം ഉണ്ടാക്കിയതൊക്കെ ഉള്ളൂ, അത് മതി ഇവിടെ എന്ന് പറയുന്ന നയമല്ല. അതൊക്കെ മാറി. ഏതൊരു സർക്കാരാണെങ്കിലും ഏതൊരു
അതോറിറ്റി ആണെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി ഏറ്റവും വലിയ പരാജയമായിരുന്നു അക്കാര്യത്തിലൊക്കെ. അപ്പം അങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോൾ എടുത്ത് വാഴ്ത്തിപ്പാടിയിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ അതിന്റെ കാലം കഴിഞ്ഞു പോയി. അതും കഴിഞ്ഞു. അതിന്റെ കാലം എന്ന് പറഞ്ഞാൽ പദ്ധതിയുടെ കാലം കഴിഞ്ഞു. പിന്നെ കാലത്തിനനുസരിച്ച് വികസനം ഉണ്ടാവണം. ആ വികസനം നമ്മൾ ആലോചിച്ച് തിരുവനന്തപുരം നഗരസഭ എന്ന് പറഞ്ഞാൽ 300 കിലോവാട്ട് വൈദ്യുതി സോളാർ പവർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ശേഷിയുള്ള ഒരു നഗരസഭയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എത്ര പുരസ്കാരങ്ങൾ കിട്ടി? UN ഷാങ്ഹായ് എന്ന് പറയുന്ന ഒരു പുരസ്കാരം കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ പിന്നെ അതോടൊപ്പം ഹഡ്കോയുടെ പുരസ്കാരം കിട്ടിയല്ലോ. ഇതെല്ലാം തിരുവനന്തപുരം നഗരസഭ വാങ്ങിയെടുത്തു. ഇത് ആരും UDF ഭരിച്ചിട്ടില്ല. അവിടെ UDF പിന്നെ എനിക്ക് തോന്നുന്നു 20 സീറ്റ് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ അവിടെ UDF-നുള്ളത്. ആ UDF BJP-യും കവർ ചെയ്തിട്ട് വേണം CPM-നെ തോൽപ്പിച്ച് മുന്നിലെത്താൻ. അപ്പൊ എത്ര ചാട്ടം ചാണ്ടി ഒരു UDF? അതിനുള്ള ഒരു പവർ ഇല്ല. അത് മാത്രമല്ല, അവിടെ പല വാർഡുകളിലും ഇപ്പൊ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, ശക്തമായ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. സ്ഥാനാർത്ഥി നിർണയം നമുക്കറിയാം. പിന്നെ നമ്മളവിടെ നമുക്ക് എന്താണ് പിന്നെ അവിടുത്തെ ഒരു സുരേഷ് അവിടെ നിന്ന് രാജിവെക്കുന്നു. അവിടെ അത് നിയമം സജീറിനെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാലടി പിന്നെ അതോടൊപ്പം തന്നെ അവിടെ GV ഹരിയെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരാണ് ഈ നിയമസജീറിനെ നമുക്കറിയാവുന്ന എങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. പുള്ളിക്ക് എന്താണ് പ്രസക്തി? ഇവിടെ VD സതീശനും എല്ലാം കൂടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയ സമയത്ത് നിയമസഭ കൂടിയപ്പോൾ നിയമസഭയെ കൊണ്ട് എത്തിച്ച ഡ്രൈവറായിരുന്നു. ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള നന്ദി അവർക്ക് പ്രകാശിപ്പിച്ചേ പറ്റൂ. ഇത് പിടയി കഴിഞ്ഞാൽ പിന്നെ കേസ് തെറ്റിപ്പോകും. കാര്യം KC-യുടെ കക്ഷത്തിൽ ഇരിക്കുകയാണ് ഇപ്പൊ പിന്നെ ഇയാള് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ മുന്നണി മര്യാദയില്ല, മുന്നണി ബന്ധങ്ങൾക്ക് യാതൊരു വിലയില്ല. ഇതിനകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ തർക്കം നടക്കുന്നു. ഇപ്പൊ ജോസ് ഫ്രാങ്കിൽ എന്ന് പറഞ്ഞ നെയ്യാറ്റിൻകര നഗരസഭയെ മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവ്, അയാൾ ഒരു പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട്, ഒരു പെണ്ണിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ചതിന്റെ കേസുമായി ബന്ധപ്പെട്ട് പ്രശ്നം നീക്കുക. ഇത് VS ശിവകുമാറിന്റെ അടുത്ത പിന്നെ അനുയായിയാ. ഇത് പ്രമാണിച്ചിട്ട് അവിടുന്ന് ഏകദേശം 19 മഹിളാ കോൺഗ്രസിൽ നിന്നുള്ള അംഗങ്ങൾ രാജിവെച്ചു. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. കോഴിക്കോട് തന്നെ എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് ഇപ്പം 18 പേര് രാജിവെക്കാൻ പോവാണ്. അവിടെ ചാലപ്പുറം വാർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ CMB-ക്ക് കൊടുത്തു. അത് പെയ്ഡാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവിടെ ഏകദേശം ഒരു 18ഓളം പേര് ഇപ്പൊ രാജ്യസന്നദ്ധത അറിയിച്ചു. അപ്പൊ എവിടെയാണ് കോൺഗ്രസ് സേഫ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? അപ്പൊ അതുകൊണ്ട് ഇവർക്ക് പാർട്ടിയെ നിലനിർത്തി പോകുന്ന അണികളെ പോലും നിലനിർത്താൻ പാർട്ടിക്ക് പറ്റുന്നില്ല. ഇപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചില സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ ചില സ്ഥാനാർത്ഥികൾ അവർ തന്നെ കോഴിക്കോടുള്ളവർ തന്നെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവിടെ ചില സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുക ചെയ്യും. അപ്പൊ അവരുടെ അണികൾ കൊഴിഞ്ഞു പോകുന്നു, അവരുടെ പ്രവർത്തകർ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ശരിക്കും എന്ത് ആത്മവിശ്വാസമാണ് ഇവർക്ക് ഈ പറയാൻ, ഞങ്ങൾ വരും, ഞങ്ങൾ ഉറപ്പായിട്ടും ഭരണം തിരിച്ചു പിടിക്കും എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം? അത് ഏതൊരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞേ പറ്റൂ. നമുക്കറിയാം MP ഗോവിന്ദൻ മാഷ് ഇവിടെ അങ്ങനെ പറഞ്ഞേ പറ്റൂ, ശരി, സമ്മതിച്ചു. പക്ഷെ അത് എല്ലാവരും പറയും. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൂലങ്കഷമായ അവസ്ഥയിൽ കൂടെ പൊക്കോണ്ടിരിക്കും. അകത്തടി, പുറത്തടി പോട്ടെ, അകത്തെ അടി, ഗ്രൂപ്പ് തർക്കങ്ങള്, അതായത് ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരേ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഐക്യമില്ല, പരസ്പരം കണ്ടുകൂടാ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഞങ്ങൾ തന്നെ എങ്ങനെ ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത്? എന്താണ് അതിലൊരു കോൺഫിഡൻസ്? എന്തായിരിക്കും അത്? കോൺഫിഡൻസ് അല്ല, അത് ഒരുതരം പറച്ചിലാണ്. അതായത് അവർക്കിപ്പം ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സെമിഫൈനലാണെന്ന് പറഞ്ഞു, സെമിഫൈനലും പൂട്ടും, സെമിഫൈനലിൽ പൊട്ടിപ്പോവും. സെമിഫൈനലിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ നമ്മള് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നമുക്ക് ചിന്തിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഇപ്പൊ ലോക്സഭയിലെ CPM പരാജയപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 19 നടന്ന തെരഞ്ഞെടുപ്പിൽ 19-1 എന്ന് പറയുന്ന സീറ്റിലായിരുന്നു മാരിഫ് മാത്രമാണ് അന്ന് ജയിച്ചത്. അതേസമയം തൊട്ട് അടുത്ത വന്ന 21-ൽ നടന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? 21-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പിന്നെ കഴിഞ്ഞ തവണ LDF നേടിയതിനെക്കാട്ടി ഭൂരിപക്ഷം അല്ലെങ്കിൽ സീറ്റിന്റെ നില ഉയർത്തിക്കൊണ്ട് രണ്ടാമതും അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അപ്പം വീണ്ടും ഇപ്പൊ നമുക്ക് സെയിം ആയിട്ടുള്ള സംഭവമാണ് ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെയും ട്രെൻഡുകളും വേറെയാണ്. അതേസമയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു പരിധി വരെ സഹായിക്കുന്നത് പ്രാദേശികമായ നേതൃത്വവും പ്രാദേശികമായ ചില കൂട്ടുകെട്ടുകളും കണക്കൂട്ടലുകളൊക്കെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടെ രാഷ്ട്രീയം അതിനകത്ത് മിക്സപ്പ് ആകും.
രാഷ്ട്രീയം മാത്രമല്ല അവിടെ സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാവും. ഇവര് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്തോ വലുത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇവിടെ എന്തോ ഭരണസ്തംഭനം നടക്കുന്നു, ഇവിടെ ജനവിരുദ്ധമായ എന്തൊക്കെയോ നടപടിക്രമങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ ഈ ജനവിരുദ്ധതയൊക്കെ മാധ്യമങ്ങൾ കാണുന്നേ, അല്ലാതെ മാറ്റം വേണം എന്ന് എപ്പോഴും പറയും. മാറ്റം വേണം. എന്ത് മാറ്റമാണോ രാഷ്ട്രീയ മാറ്റമാണോ വേണ്ടത്, അതായത് ഇനി ഭരണമാറ്റമാണോ വേണ്ടത്, എന്ത് മാറ്റമാണ് അവർ ഈ പറയുന്ന മാറ്റം എന്ന് അവർ ഉദ്ദേശിക്കുന്നത്? എക്സ്പെക്ട് ചെയ്യുന്ന ഭരണമാറ്റം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ജനത്തിന് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അവർ കൺസേൺഡേ അല്ല. ആൾക്കാർക്ക് ഇപ്പം നമുക്കറിയാം പെൻഷൻ വർദ്ധിപ്പിച്ചു, തന്നെയല്ല മഹിളകൾക്കുള്ള പെൻഷൻ വർദ്ധിപ്പിച്ചു, 35 വയസ്സിന് മേലെ പ്രായമുള്ളവർക്കുള്ള പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, പിന്നെ പെൻഷൻ കൊടുക്കുന്നു. അതുപോലെ കണക്ട് വർക്ക് എന്നും പറഞ്ഞുകൊണ്ട് 18 വയസ്സ് പൂർത്തിയായി വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നവരെ അവർക്കൊരു സമാശ്വാസം എന്നുള്ള നിലയിൽ ഒരു തുക പ്രതിമാസം കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ തീരുമാനങ്ങൾ അങ്ങോട്ട് വന്നു. ഈ തീരുമാനങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ വിലക്കയറ്റമായി അവരുടെ ചർച്ച. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ വിലക്കയറ്റത്തെ പിടിച്ചു ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ നോക്കുമ്പോൾ. ഇവിടെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഇവിടെ പിന്നെ മുരളീധരൻ തന്നെ പറഞ്ഞാണ്, ഇവിടെ NH-66 വികസനം എഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. UDF ഭരിക്കുന്ന കാലത്തും NH വികസനത്തിന് വേണ്ടി ജനങ്ങളുടെ മുറവിളി കൂട്ടിയിട്ടുണ്ട്, ഇവിടെ മുറവിളി കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർഷങ്ങളായി ഏറ്റെടുത്തിട്ടിരുന്ന കൊല്ലം ബൈപ്പാസിന്റെ നിർമ്മാണം, അത് പിന്നീട് പിണറായി വിജയൻ സർക്കാർ വന്നിട്ടാണ് അത് പൂർത്തീകരിച്ച് കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നതും പിണറായി വിജയന്റെ കാലത്താണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴ ഒരു ബൈപ്പാസ് ഉണ്ട്. ആലപ്പുഴ ബൈപ്പാസ് എത്ര കാലമായി അടഞ്ഞിടന്നൊരു സാധനമായിരുന്നു. അങ്ങനെ ഒരു ബൈപ്പാസ് അവിടെ ഉണ്ടെന്ന് പോലും ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ സ്ഥലം എടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നിട്ടില്ല. ഏറ്റവും അവസാനം ആരുടെ ഭരണകാലഘട്ടത്തിൽ AM ആരിഫ് MP ആയിരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് തുറന്നു കൊടുത്ത പൊതുജനത്തിനായി. അപ്പൊ അങ്ങനെ ഇപ്പൊ പാലാരിവട്ടം അഴിമതി കേസ് ഉണ്ടായല്ലോ, അല്ലെ? ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. പുള്ളി വയ്യാതിരിക്കുന്ന സമയത്തിൽ അറസ്റ്റിലായ ഏക ഒരു മന്ത്രി പുള്ളിയാണ്. വയ്യാതെ ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് അറസ്റ്റിലാവുന്നു. അപ്പൊ അങ്ങനെ പാലാരിവട്ടം അഴിമതി കേസ് ഇവിടെ വന്നു. ഈ പിന്നെ സോളാർ അഴിമതിയുണ്ട്, ബാർക്കോഴ അഴിമതിയുണ്ട്. അങ്ങനെ അഴിമതിയുടെ ഒരു കൂമ്പാരമായിരുന്നു കഴിഞ്ഞ UDF സർക്കാർ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇത്രയും അഴിമതി നിറഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ മാറി പുതിയൊരു സർക്കാർ വന്നു. ഇപ്പൊ പറയുന്നു, ഒരിക്കലും രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞാൽ നമ്മുടെ കേരളം എന്ന് പറഞ്ഞ വൃദ്ധന്മാരുടെ നാടായിക്കൊണ്ടിരിക്കുന്നു, ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടു പോകുന്നു. അങ്ങനെയല്ല യാഥാർത്ഥ്യം. ഇവിടെ ചെറുപ്പക്കാരും നാട് വിട്ടു പോകുന്നില്ല, റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. തിരിച്ച് ചെറുപ്പക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇത് വെറുതെ പറയുന്നതല്ല, കൃത്യമായ കണക്കുകൾ പ്രകാരം പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ ചെറുപ്പക്കാർ റിവേഴ്സ് മൈഗ്രേഷൻ എന്നാണ് അതിനിട്ടിരിക്കുന്ന പേര്. അപ്പൊ ചെറുപ്പക്കാർ വരുന്നു, അവർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള സ്പേസുകളുണ്ട്, അവർക്ക് ഇൻഡസ്ട്രി ഉണ്ട്. അപ്പൊ ആ ലെവലിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറി. ഇതൊക്കെ മുൻപായിരുന്നു. ഇവിടെ വേറെ യാതൊരു ഇൻഡസ്ട്രി ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. ടൂറിസം ഏതവസ്ഥ കിടക്കുകയായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത്. അതൊക്കെ ഏതെല്ലാം രീതിയിൽ മാറി, ഒരുപാട് കാര്യങ്ങൾ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഇവര് പറയുന്ന ആ 100% ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷിക്കാമല്ലോ, ഒരു പ്രതീക്ഷിച്ചോട്ടെന്നേ. UDF-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രതീക്ഷിക്കുന്ന വളരെ വളരെ നല്ല കാര്യമാണ്. പ്രതീക്ഷിച്ച് എവിടെയെങ്കിലും എത്തിയാൽ എത്തി എന്ന് പറയാം, അത്ര മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ. ചിലപ്പോൾ 3ാം സ്ഥാനത്തോട്ട് പോയത് ചിലപ്പോൾ 2ാം സ്ഥാനത്തോട്ട് വരാം. അത് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കോഴിക്കോട് പിന്നെ കോർപ്പറേഷൻ തന്നെ കണ്ടില്ലേ, എത്ര വർഷമായി അവർക്ക് അവരെ തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ. 75-ലെങ്ങാണ്ടാണ് അവസാനമായിട്ട് UDF കയറിയത്. അതിനുശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ അവിടെ കോഴിക്കോട് നഗരസഭ ഭരിക്കാനുള്ള ഒരു പിന്നെ ഭാഗ്യം അവർക്കുണ്ടായിട്ടില്ല UDF-ന്. എന്തുകൊണ്ടാ? ജനങ്ങൾ മടുത്തു. ഇവരെയൊക്കെ മടുത്തിട്ടാണ് LDF-നെ ജയിപ്പിച്ചത്. ഇവിടെ പിന്നെ ഇനിയിപ്പോ LDF അടുത്ത തവണയും വരും. അത് LDF-ന് കൃത്യമായിട്ട് അറിയാം. തന്നെയല്ല, സംഘടനാബലം വളരെ കൂടുതലാണ്. LDF-ൽ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇപ്പം നമുക്കറിയാം. പിന്നെ തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക VV ജോയി വന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഒരു കുഞ്ഞില്ലെന്ന് തിരിച്ചു പറയാൻ ആർക്കും ഒരു സംശയത്തിനിടെ കൊടുക്കാൻ പറ്റാത്ത രീതിയിലല്ലേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. ഇത്ര സീറ്റുകൾ വീതം ഓരോരുത്തർക്കും 17 സീറ്റ് CPI, ഇവർക്ക് 3 സീറ്റ്, RJDക്ക് ഇത്ര സീറ്റ് എന്നും പറഞ്ഞുകൊണ്ട് കൃത്യമായി വിഭജിച്ചു കൊടുക്കാൻ പറ്റി. ഇതാണ് സംഘടനാ സംവിധാനം. മുന്നണി സംവിധാനം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ ഇവിടെ പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് സീറ്റ് തരാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്ന് നിങ്ങൾക്കെതിരെ മത്സരിക്കുമെന്ന് പറഞ്ഞു, ആരും പറയത്തില്ല. അതാണ് സംഘടനാ സംവിധാനം. ഈ സംഘടനാ സംവിധാനം ഇല്ലാതെ പോയൊരു പാർട്ടിയാണ് ഈ പാർട്ടി. എങ്ങനെ എന്തിനേറെ പറയാൻ, ഇവിടെ ശശി തരൂരിനെ നിലയ്ക്ക് നിർത്താൻ വയ്യാത്ത പാർട്ടിയല്ലേ. ഇവിടെ ശശി തരൂർ ഇപ്പൊ കോൺഗ്രസ്സുകാരനാണോ BJP-കാരനാണോ എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും സംശയം, വോട്ട് ചെയ്തവർക്ക് സംശയമുണ്ട്. അത് തൽക്കാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ഷൻ അടുത്തിരിക്കുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. മിണ്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങോട്ട് ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുമെന്ന് അറിയാതിരിക്കുന്നത് കൊണ്ട് തൽക്കാലം ഒന്നും മിണ്ടണ്ട, ഇക്കാര്യത്തിലൊന്നും പ്രതികരിക്കാനില്ല എന്നുള്ള അവസ്ഥയെ പൊക്കോളുക. കാരണം എന്ന് വെച്ചാൽ ഇനി ശശി തരൂരിന്റെ വിഷയത്തിലോട്ട് വന്നാൽ ശശി തരൂർ വേറെ വല്ലതും എടുത്തു. കഴിഞ്ഞ അദ്വാനി വരെ കഴിഞ്ഞ ദിവസം ഇനി അതല്ല, ഇനി ഇവർക്കെല്ലാം ശശി തരൂരിന് പേടിയാ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ശശി തരൂരിനെതിരെ നടപടി ഉണ്ടായി കഴിഞ്ഞാൽ ശശി തരൂർ വേറെ എന്തെങ്കിലും
ആരെങ്കിലും എടുത്തിടും. അത് ഇവർക്കെല്ലാം കെണിയാവുന്ന എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. ശശി തരൂരിന്റെ ഇരിക്കുന്ന ബോംബ്. ആ ബോംബ് പൊട്ടിയ കോൺഗ്രസ് പാർട്ടി ഇവിടെ കേരളത്തിൽ കാതൊടത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഏകദേശം കോൺഗ്രസിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇവിടെ ഭയക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ BJP വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. BJP മിക്കവാറും ഈ പറയുന്ന ഇഞ്ചോട് ഇഞ്ചായിരിക്കും കോൺഗ്രസും BJP NDAയും തമ്മിൽ ഇഞ്ചോട് ഇഞ്ച് ഒരു പോരാട്ടം ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അതായത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരം അവിടെ നടക്കും. അത് ശക്തമായ ഒരു മത്സരമാകാനാണ് സാധ്യത. കാര്യം ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിയ പലരും BJPയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. പല നേതാക്കന്മാരും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഈ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി നടക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിൽ നിന്ന് ചെല്ലുന്നവർക്ക് BJP വലിയ വലിയ ഓഫറുകൾ. കഴിഞ്ഞ ദിവസം എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു പോയ ഒരു സാധനമുണ്ട്. അപ്പം ഒരു മാധ്യമപ്രവർത്തകൻ K. മുരളീധരനോട് ചോദിച്ചു, കരുണാകരന്റെ അടുത്ത അനുയായികൾ പലരും പിന്നെ ഇങ്ങനെ BJPയിലേക്ക് ചാടിയല്ലോ എന്ന് ചോദിച്ചു. അപ്പം K. മുരളീധരൻ തന്നെ പറഞ്ഞ മറുപടിയാണ്, സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ട് BJPയിൽ, അതീ വലുതൊന്നും അല്ലല്ലോ അനുഭാവികൾ പോകുന്നത്. ഇത് ഭയങ്കര പറച്ചിലായി പോയി. അത് സത്യം പറഞ്ഞ ഭയങ്കരമായി നമുക്ക് ഫീൽ ചെയ്യുന്നൊരു പറച്ചില. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോയി BJPയിലിട്ട് പിന്നാണ് അനുഭാവികൾ അല്ലെങ്കിൽ അനുയായികൾ പോകുന്നത്. അതൊന്നും വലിയ കാര്യമൊന്നും അല്ല എന്നാണ് ഈ പിന്നെ K. മുരളീധരൻ പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനവും അതിന്റെ ഒരു ആശയ സംവിധാനവും ഒക്കെ. അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെറുതെ ഞങ്ങളിപ്പോൾ അങ്ങ് നേടിയെടുക്കും എന്നൊക്കെ പറഞ്ഞ വെറുതെയാ, ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. കാര്യം ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു MLAയോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷവും ആയിരുന്നെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല ഇവിടെ കാലത്ത് സംഭവിക്കേണ്ടത്. കാണിക്കാൻ അവർക്ക് ശരിക്കും ഉത്തരവാദിത്തം കാണിക്കാൻ ഒരുപാട് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല. കൂടുതൽ അതായത് ശരിയും തകർന്നു നിൽക്കുന്നവരെ ഒന്നുകൂടെ കുത്തി നോവിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ അങ്ങനത്തെ നടപടികളാണ്. അപ്പൊ അത്തരം നടപടികളുമായിട്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും, സെമിഫൈനൽ കഴിയും, ഫൈനൽ വരും. ഫൈനലും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അതോടുകൂടി കോൺഗ്രസിന്റെ കാര്യത്തിൽ തീരുമാനമാകും കേരളത്തിൽ.